അനുമോളെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുകയാണോ അതൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോന്ന് അറിയില്ല. എന്തോ അനുമോളുടെ പ്രോപ്പർട്ടീസിനോടൊക്കെ, അത് പേഴ്സണൽ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു അട്രാക്ഷനാണ്. അത് കാണുമ്പോഴൊക്കെ അനുമോളുടെ കൈ എത്താത്തോടത്തും അങ്ങോട്ട് ഒളിപ്പിച്ച് വെക്കും. അതങ്ങോട്ട് ശീലമായിപ്പോയി. എനിക്ക് തോന്നുന്നു 3 ദിവസം മുമ്പ് നടന്ന സംഭവമായിരിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അത് കണ്ടപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് തോന്നി. എന്നാൽ അനുമോളെ മാത്രം എന്തിനിങ്ങനെ എല്ലാവരും കൂടി പിന്നാലെ നടന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്നോർത്തപ്പോൾ അതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അനുമോളുടെ ചെരുപ്പ് കാണുന്നില്ല. കുറച്ച് ദിവസമായി അന്വേഷിച്ച് നടക്കുന്നു. കണ്ട് ആരോട് അങ്ങനെ പറയുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നീടാണ് കിച്ചണിൽ ആ ബർത്തിൻ്റെ മുകളിൽ ആരോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അനുമോളുടെ കൈ എത്തുന്നില്ല. അനീഷിനെ വിളിച്ചിട്ടാണ് അത് എടുക്കുന്നത്. ആ ഒരു ചെരുപ്പ് ബർത്തിൽ ഒളിപ്പിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊരു ചീപ്പായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അനുമോൾ അത് വലിയ ഹൈലൈറ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. എയറിൽ ഒരെണ്ണം തൻ്റെ കയ്യിലുണ്ട്, ഒരെണ്ണം മാത്രമാണ് 2 ദിവസം മുമ്പ് കാണാതെ പോയതെന്ന്. അത് ആരാണ് എടുത്ത് വെച്ചത് എന്നൊന്നും ആർക്കും അറിയില്ല. അനീഷിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ അനുമോൾ പറയുന്നത്. അനീഷ് എന്ത് ചെയ്തു, നേരെ പോയി ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു. നൂറയ്ക്കാണെങ്കിൽ ഇതെല്ലാം അറിയാം. കള്ളൻ്റെ കയ്യിൽ കൊണ്ടുപോയി താക്കോല് കൊടുത്ത പോലെ ആയിപ്പോയി. നൂറയാണെങ്കിൽ അത് ഷാനവാസ്കി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് സിമ്പിളായിട്ട് പോയി. പക്ഷേ അനീഷ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. അനീഷ് പറയുന്നത് ഇല്ല, അത് നാളത്തെ മീറ്റിങ്ങിൽ അത് പറയണം. നേരെ പോയി ഷാനവാസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ചോദിക്കേണ്ട നാളെ ചോദിച്ചാൽ മതി, മീറ്റിംഗ് സമയത്ത് ചോദിച്ചാൽ മതി എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ പോവാണ്, ഉറങ്ങാണ്, അത് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പോവാണ് എന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ ചെവി പോയി പറയാണ് അനുമോളുടെ ചെരുപ്പെടുത്ത് ഒളിപ്പിച്ച് വെച്ചില്ലേക്ക, അത് നാളത്തെ മീറ്റിംഗിൽ ചോദിക്കണം എന്നാണ് പറയുന്നതെന്ന്. ഗ്രൂപ്പ് കളിച്ച് ഒരാളെ പിന്നാലെ നടന്ന് എന്താ ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറയില്ല. അനുമോളിപ്പോൾ ഇവരിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണല്ലോ. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇവർക്കില്ല. അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു ചീപ്പ് ഗെയിം ആയിരിക്കാം ഒരു പക്ഷേ. പെങ്ങളൂട്ടിമാർക്ക് വേണ്ടിയിട്ട് ആങ്ങളെ ഇതെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിനു വേണ്ടി ചെരുപ്പെടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അതൊരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. അനീഷ് അത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നൂരടുത്തത് പറയുന്നുണ്ട്. ആ സമയത്ത് അക്ബർ പറയാണ് ഇവിടെ എൻ്റെ കുപ്പി പോയി, അടുക്കളയിൽ പഞ്ചസാര പോയി, ഉപ്പ് പോയി, എന്തൊക്കെ പോകുന്നുണ്ട്. അതൊന്നും അനീഷേട്ടൻ്റെ പ്രശ്നമല്ല. അനുമോളുടെ ചെരുപ്പ് പോയതാണ് വലിയ പ്രശ്നം എന്ന്. ചെരുപ്പ് പോയതുപോലെയല്ല ബാക്കിയുള്ള സാധനങ്ങൾ. കുപ്പി പോയ പോലെ അല്ലല്ലോ ചെരുപ്പ് അടുക്കളയിൽ ഒളിപ്പിച്ച് വെക്കുന്നത്. അതും ഇതും തമ്മിൽ ആനയും ഉറമ്പും പോലുള്ളൊരു വ്യത്യാസമുണ്ട്. അതുപോലും ചിന്തിക്കാതെ അക്ബർ ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ലൈവിൽ അനുമോളുടെ പിന്നാലെ നടന്ന ഒരു കോണ്ടന്റിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുടുംബാംഗങ്ങളെയാണ് കേട്ടോ കാണുന്നത്. നമുക്ക് നോക്കാം ഇത് എത്ര ദിവസം ഇവരുടെ വഴക്ക് നീണ്ടു നിൽക്കുമെന്ന്. ബിഗ് ബോസ് ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കും. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.